ആധാർ കാർഡ് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന തിരിച്ചറിയൽ രേഖയാണ്. ഇപ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതേപോലെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP, ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ OTP മെസ്സേജും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡായിട്ട് ഏത് മൊബൈൽ നമ്പറാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു പക്ഷേ നമ്മൾ ചിലരാളും മറന്നു പോയിട്ടുണ്ടാവും. നമുക്കറിയാം 10-20 കൊല്ലം മുമ്പെയാണ് നമ്മൾ ഈ ആധാർ കാർഡ് എടുത്തിരിക്കുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ആവില്ല ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്നൊന്നും ഈ ഒരു മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അതായത് നമ്മളിപ്പോൾ BSNL ആണ്, BSNL നമുക്ക് ജിയോയിലേക്ക് മാറണം, കുറച്ച് നെറ്റൊക്കെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജിയോയിലേക്കൊക്കെ മാറേണ്ടി വരും. അങ്ങനെ പല ആളുകളും അത് പല തവണ ചിലപ്പോൾ നമ്പറൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഈ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ഏകദേശം വന്നിപ്പോൾ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് നമ്പറാണ് കൊടുത്തിരുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ആധാറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാൻ സാധിക്കും. അതെങ്ങനെയാണ് നോക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാം. മൊബൈൽ എടുത്ത് ഒരു ബ്രൗസർ എടുക്കാം. ഇവിടെ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണിക്കാനുണ്ട്. അതിൽ വെരിഫൈ ഇമെയിൽ ഓർ മൊബൈൽ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസാണ് കാണിക്കുന്നത്. നമുക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ഇമെയിലും വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ തെറ്റാതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തൊട്ട് താഴെ എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറുകൾ ഓരോന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ഏതാണ് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് സെൻഡ് OTP കൊടുക്കുമ്പോൾ ഇപ്പോൾ കാണിക്കുന്നില്ല, ഡസ് നോട്ട് മാച്ച് വിത്ത് അവർ റെക്കോർഡ്സ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ല ഈ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഒന്ന് മാറ്റി കൊടുക്കാം, വേറെ നമ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്പർ മാറ്റി കൊടുക്കുക, താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൊടുത്തിട്ട് സെൻഡ് OTP എന്ന് വീണ്ടും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ നമ്പറും അല്ല കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഏത് മൊബൈൽ നമ്പർ ആയിട്ടാണ് നമ്മുടെ ആധാർ ലിങ്ക് ആയിരിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഒരു മൊബൈൽ നമ്പറോടെയും കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് താഴെ കാണുന്ന ക്യാപ്ച കൊടുത്ത് സെൻഡ് OTP സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ OTP ഹാസ് ബീൻ സെൻഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഈ മൊബൈൽ നമ്പറാണ് നമ്മൾ ലിങ്ക് ആയിരിക്കും, നമുക്ക് മെസ്സേജ് OTP വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.